എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് അർദ്ധമേരുവക്രാസനവും രണ്ട് തരത്തിലുള്ള മേരുവക്രാസനങ്ങളുമാണ്. ആദ്യം നമുക്ക് അർദ്ധമേരുവക്രാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ല് നിവർന്ന് കിടക്കുക. കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് തറയിൽ കമഴ്ത്തിയും വെക്കാവുന്നതാണ്. ഇനി ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി കൊണ്ടുവന്നതിന് ശേഷം കാൽപാദങ്ങൾ രണ്ടും പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യാവുന്നതാണ്. ഈ നിലയിൽ കിടന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലതുകാലിനെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് ചെരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാൽ ഉയർത്തിക്കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇടതുകാലിനെ വലതുവശത്തേക്ക് ചെരിച്ചുകൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലിനെ നേരെ കൊണ്ടുവരാവുന്നതാണ്. ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാല് നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം വലതുകാലിനെ അല്ലെങ്കിൽ ഇടതുകാലിനെ ചെരിച്ച് തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ഇങ്ങനെ ഇരു കാലുകളും മാറി മാറി 10-12 തവണ പരിശീലിക്കാവുന്നതാണ്. വളരെ സാവധാനം മാത്രം വേണം പരിശീലിക്കാൻ. അതേപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാല് ചെരിച്ചുകൊണ്ട് വരുന്ന സമയം എത്രത്തോളം കാലിനെ താഴ്ത്തിക്കൊണ്ട് വരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം പരിശീലിച്ചാൽ മതിയാകും. ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ കാലിനെ ചെരിച്ചുകൊണ്ട് വന്ന് തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല. അവനവന് പറ്റുന്ന രീതിയിൽ മാത്രം ശ്രമിച്ചാൽ മതിയാകും. ഇപ്പൊ നമ്മൾ പരിശീലിച്ച ആസനത്തിന്റെ പൂർണ്ണ അവസ്ഥ എന്തെന്നും കൂടി നമുക്ക് നോക്കാം. ഇരു കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടന്നതിന് ശേഷം കൈവിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും തല അല്പം ഉയർത്തി കോർത്തു പിടിച്ചിരിക്കുന്ന കൈകളെ തലയ്ക്ക് താഴെ വരുന്ന രീതിയിൽ തറയിൽ പതിച്ച് മലർത്തി വെക്കുകയും ചെയ്യുക. ഇനി ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കിക്കൊണ്ടുവരികയും കാൽപാദങ്ങൾ രണ്ടും ചേർത്ത് വെക്കുകയും ചെയ്യുക. ഈ നിലയിൽ കിടന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം ഇരു കാലുകളെയും ഒരുമിച്ച് ചെരിച്ചുകൊണ്ട് വന്ന് വലതുവശത്ത് തറയിൽ പതിച്ചു വെക്കാനും ശ്രമിക്കേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകളെ ഉയർത്തിക്കൊണ്ടുവന്ന് കാൽപാദങ്ങൾ രണ്ടും തറയിൽ പതിച്ചു വെക്കുകയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം ഇരു കാലുകളെയും ഇടതുവശത്തേക്ക് ചെരിച്ചുകൊണ്ടുവന്ന് തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകളെ നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക. ഇതാണ് ഈ ആസനം പൂർണ്ണ രൂപത്തിലേക്ക് വരുന്ന അവസ്ഥ എന്ന് പറയുന്നത്. മുതിർന്ന വ്യക്തികൾക്ക് ഇതേ രീതിയിൽ പരിശീലിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യം കാണിച്ച രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ ഓരോ കാലുകളും ചെരിച്ചുകൊണ്ട് വരുന്ന രീതിയാണ് നമ്മൾ പരിശീലിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ അർദ്ധമേരുവക്രാസനം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ അകത്ത് ഇരു കാലുകളും ഒരുമിച്ച് ചെരിച്ചുകൊണ്ടാണ് നമ്മൾ പരിശീലിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനെ മേരുവക്രാസനം എന്ന് പറയുന്നു. ഈ മേരുവക്രാസനം തന്നെ പല വിധത്തിലുണ്ട്. ഇരുന്നു കൊണ്ട് ചെയ്യുന്നതും നിന്നുകൊണ്ട് ചെയ്യുന്നതും കിടന്നുകൊണ്ട് ചെയ്യുന്നതും അങ്ങനെ പല രീതിയിലുണ്ട് മേരുവക്രാസനം. ഇനി നമുക്ക് ഇരുന്നു കൊണ്ട് പരിശീലിക്കുന്ന രണ്ട് മേരുവക്രാസനത്തിലേക്ക് കടക്കാം. അതിൽ ആദ്യത്തേത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം ഇരു കൈപ്പത്തികളും ശരീരത്തിന് പുറകിലേക്ക് കൊണ്ടുവരികയും കൈപ്പത്തികൾ പൃഷ്ഠഭാഗത്തിന് പുറകിലായി തറയിൽ ഉറപ്പിക്കുകയും ചെയ്യുക. ഇനി ഇരു കാലുകളുടെയും മുട്ടുകൾ അല്പം മടക്കി കാൽപാദങ്ങൾ രണ്ടും തറയിൽ പതിഞ്ഞ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഈ നിലയിൽ ഇരുന്നു കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കാലുകളെയും ചെരിച്ചുകൊണ്ട് വന്ന്
വലതുവശത്ത് തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കാലുകളെയും ഉയർത്തിക്കൊണ്ടുവന്ന് കാൽപാദങ്ങൾ തറയിൽ പതിച്ചു വെക്കുകയും അടുത്തതായി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കാലുകളെയും ഇടതുവശത്തേക്ക് ചെരിച്ചുകൊണ്ട് വരികയും തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകളെ നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക. ഈ രീതിയിലും ഇരുവശങ്ങളിലേക്കും മാറി മാറി 10-12 തവണ പരിശീലിക്കാവുന്നതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കാലുകളെയും നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയമായിരിക്കണം കാലുകളെ വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് ചെരിച്ചു കൊണ്ടുവരേണ്ടത്. ഇത് പരിശീലിക്കുന്ന സമയം ശരീരത്തിന് പുറകിൽ കൊണ്ടുവന്ന് കുത്തിയിരിക്കുന്ന കൈമുട്ടുകൾക്ക് വേദന അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അല്പസമയത്തേക്ക് കൈകൾ മുന്നോട്ട് കൊണ്ടുവന്ന് വെച്ച് വിശ്രമിച്ചതിന് ശേഷം മാത്രം തുടർന്നാൽ മതിയാകും. അപ്പോൾ ഇങ്ങനെയാണ് ഈ മേരുവക്രാസനം നമ്മൾ പരിശീലിക്കുന്നത്. ഇനി മേരുവക്രാസനത്തിന് തന്നെ മറ്റൊരു രീതി പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് നമ്മൾ മുമ്പേ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം ഇരു കൈപ്പത്തികളും ശരീരത്തിന് പുറകിലേക്ക് കൊണ്ടുവന്ന് തറയിൽ ഉറപ്പിച്ചു വെക്കുകയും ചെയ്യുക. ഇനി വലതുകാൽ ഉയർത്തി ഇടത് കാലിന് മുകളിൽ കയറ്റി വെക്കുകയും ഈ നിലയിൽ ഇരുന്നു കൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം കാലുകളെ വലതുവശത്തേക്ക് ചെരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കാലുകളെയും നേരെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം ഇരു കാലുകളെയും ഇടതുവശത്തേക്ക് ചെരിച്ചുകൊണ്ട് വരികയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകളെ നേരെ തന്നെ കൊണ്ടുവരാവുന്നതാണ്. ഈ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി 8-10 തവണ പരിശീലിക്കാവുന്നതാണ്. അതിനുശേഷം കാല് താഴ്ത്തി വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാം. ഇനി വലതുകാൽ മുകളിൽ കയറ്റി വെച്ച് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുകാലിനെ ഉയർത്തിക്കൊണ്ടുവന്ന് വലതുകാലിന് മുകളിൽ കയറ്റി വെക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കാലുകളെയും വലതുവശത്തേക്ക് ചെരിച്ചു കൊണ്ടുവരികയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകളെ നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക. അടുത്തതായി ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം ഇരു കാലുകളെയും ഇടതുവശത്തേക്ക് ചെരിച്ചു കൊണ്ടുവരാവുന്നതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കാലുകളും നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക. ഈ രീതിയിലും ഇരുവശങ്ങളിലേക്കും മാറി മാറി 8-10 തവണ പരിശീലിക്കാവുന്നതാണ്. പരിശീലന സമയം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അല്പസമയത്തേക്ക് കാലുകൾ താഴ്ത്തി വെച്ച് വിശ്രമിച്ചതിന് ശേഷം മാത്രം തുടർന്നാൽ മതിയാകും. അപ്പോൾ ഈ രീതിയിലാണ് രണ്ടാമത്തെ മേരുവക്രാസനം നമ്മൾ പരിശീലിക്കുന്നത്. ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. അർദ്ധമേരുവക്രാസനവും 2 തരത്തിലുള്ള മേരുവക്രാസനങ്ങളുമാണ് ഇന്ന് നമ്മൾ പരിശീലിച്ചത്. ഇവ പരിശീലിക്കുന്നത് മൂലം നട്ടെല്ലിന് ഇരുവശങ്ങളിലേക്കും നല്ല രീതിയിൽ അയവും വലിവും ലഭിക്കുന്നതിനും കഴുത്തിന്റെ കശേരുക്കൾക്ക് ദൃഢത കൈവരുന്നതിനും സാധിക്കുന്നു. അരക്കെട്ടിലെയും പുറത്തെയും കശേരുക്കളെയും നാഡീഞരമ്പുകളെയും ശക്തങ്ങളാക്കുന്നതിനും നട്ടെല്ലിന്റെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനം ലഭിക്കുന്നതിനും ഇത് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ശരീരത്തിനും മനസ്സിനും ഉണർവും ഉന്മേഷവും ഊർജ്ജസ്വലതയും കൈവരുന്നതിനും ഇവ പരിശീലിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. ഇവ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്നും ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു. ഇതിന്റെ തുടർച്ചയായി പരിശീലിക്കേണ്ട ആസനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.